പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, മെയിൻ പ്രശ്നം എന്താണ്, നമുക്ക് ഈ നാട്ടുകാരുടെ ഇടയിലുള്ള ഉളുപ്പ് അങ്ങോട്ട് മാറ്റി കിട്ടണം. അത് ആദ്യം നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഒരാൾ ക്യാമറ എടുത്ത് പോകുമ്പോൾ എന്തായാലും ജനങ്ങൾ നോക്കും, പുറകെ കാണുന്ന പോലെ. അത് സ്വാഭാവികമാണ്, നമ്മളാണെങ്കിലും നോക്കും. ആദ്യം ആ ഉളുപ്പ് അങ്ങോട്ട് മാറിക്കിട്ടണം. ഉളുപ്പ് മാറി കിട്ടിയാൽ സംഗതി റെഡിയായി. അതായത് നാട്ടുകാരുടെ ഇടയിൽ ഇതൊക്കെ ചെയ്യാനുള്ളൊരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാദ്യം ഒറ്റയ്ക്ക് നടന്ന് ശീലിക്കുക, പിന്നെ 1-2 ആൾക്കാരെ ഇടയിൽ പോയിട്ട് ശീലിക്കുക, പിന്നെ ഒരു കുറച്ച് തിരക്കുള്ള ഏരിയയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് ശീലിക്കുക. റെക്കോർഡ് ചെയ്യാൻ വെച്ചാൽ അവരെ വെറുപ്പിക്കാനല്ല പറയുന്നത്, നമ്മൾ നമ്മുടെ സംഭവം ചെയ്യുക. അതിപ്പം നമ്മളായാലും നോക്കൂല, ആരെങ്കിലും ക്യാമറയിൽ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ അത്രയേ ഉള്ളൂ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ദേ ഡോണ്ട് റിയലി കെയർ. അവർക്ക് അവരുടെ ജീവിതമുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതമുണ്ട്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആരെയും തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഉളുപ്പ് മാറ്റുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതൊരു എക്സസൈസ് പോലെ നമ്മൾ ചെയ്ത് അങ്ങനെ മാറ്റിയെടുക്കാം. ആദ്യമൊക്കെ ചെറിയൊരു ചമ്മലും പരിപാടിയൊക്കെ ഉണ്ടാവും. അതിപ്പോൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത്, നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സ്റ്റേജ് ഫിയർ അല്ലേനോ, അതേപോലെയാണ്. അത് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് അതിന് പിന്നിലുള്ള ഭയം മാറിക്കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ബീയിങ് സക്സസ്ഫുൾ ഇസ് ഗെറ്റിംഗ് റിഡ് ഓഫ് യുവർ സോഷ്യൽ ആങ്സൈറ്റി. നമ്മൾ മുമ്പ് റീലിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു എക്സസൈസ് ആണ് നമ്മളിങ്ങനെ ഡെയിലി ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരേണ്ടത്. 2 കാര്യമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒന്ന്, അത് തുടങ്ങി കിട്ടുക, പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകുക. ഇത് രണ്ടും ക്രാക്ക് ചെയ്തവരൊക്കെ ഏതൊരു കാര്യത്തിലായാലും അവരാഗ്രഹിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളും ശ്രമിച്ചു നോക്കാൻ മാത്രം. റിസൾട്ട്സ് മറ്റേ മുമ്പ് പറഞ്ഞ വീഡിയോസിലുള്ള പോലെ നമ്മുടെ കയ്യിലല്ല, എഫേർട്സ് ആണ് നമ്മുടെ കയ്യിൽ. സോ അത് നന്നാക്കി ചെയ്യുക എന്നുള്ള പദത്തിനേക്കാൾ ഉപരി അത് സ്ഥിരമായി ചെയ്ത് അതിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി അങ്ങനെ മുമ്പോട്ട് പോവുക. ബാക്കിയെല്ലാം വരും പോലെ